പല വിവാഹങ്ങളും തകരുന്നത് പ്രശ്നങ്ങളുള്ളത് കൊണ്ടല്ല, പ്രശ്നങ്ങളെക്കുറിച്ച് സത്യസന്ധമായി സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. പതുക്കെ സ്റ്റെല്ല മാറി. മുമ്പ് മണിക്കൂറുകൾ കണ്ണാടിയുടെ മുന്നിൽ ചിലവഴിച്ചിരുന്ന സ്ത്രീക്ക് കണ്ണാടി തന്നെ ഇഷ്ടമില്ലാതായി. ആത്മവിശ്വാസം കുറഞ്ഞു, ചിരി കുറഞ്ഞു, സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കാൻ മടി. പക്ഷേ പുറത്തുള്ളവർ ചോദിച്ചാൽ, എന്താ സ്റ്റെല്ല, ഹാപ്പിയല്ലേ? അവൾ ചിരിക്കും, ഓഫ് കോഴ്സ്. കാരണം നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഒരു വിവാഹം സന്തോഷകരമാണോ എന്നതിനേക്കാൾ അത് നിലനിർത്തുന്നുണ്ടോ എന്നതാണ് ആളുകൾ നോക്കുന്നത്. വിവാഹമോചനം എന്ന വാക്കിനോടുള്ള പേടി, കുടുംബത്തിൻ്റെ പേര്, ബന്ധുക്കൾ എന്തു പറയും, സുഹൃത്തുക്കൾ എന്ത് ചിന്തിക്കും, ഇതെല്ലാം കാരണം അവൾ വർഷങ്ങളോളം സഹിച്ചു. ഒരു ഘട്ടത്തിൽ അവൾ സ്വന്തം മനസ്സിനോട് ചോദിച്ചു, ജീവിതം മുഴുവൻ ഇങ്ങനെ അഭിനയിക്കാനാണോ ഞാൻ ജനിച്ചത്? ഒടുവിൽ അവൾ തീരുമാനിച്ചു വിവാഹം അവസാനിപ്പിക്കാൻ. അതത്ര എളുപ്പമായിരുന്നില്ല. വീട്ടുകാരുടെ ചോദ്യങ്ങൾ, ബന്ധുക്കളുടെ കുറ്റപ്പെടുത്തലുകൾ. കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ? അയാൾ നിന്നെ തല്ലിയിട്ടുണ്ടോ? മദ്യപിക്കാറുണ്ടോ? പണം തരുന്നില്ലേ? പിന്നെ എന്താണ് പ്രശ്നം? സ്റ്റെല്ലയ്ക്ക് ഓരോരുത്തരോടും തൻ്റെ കിടപ്പുമുറിയുടെ കഥ പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവൾ മൗനം പാലിച്ചു. ആ മൗനം കാരണം പലർക്കും അവളായിരുന്നു കുറ്റക്കാരി. അവൾ പറഞ്ഞു, ഡിവോഴ്സിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു സാർ അത്. എന്തുകൊണ്ട് ഡിവോഴ്സ് ചെയ്തു എന്ന് എല്ലാവരും ബോധ്യപ്പെടുത്തുന്നത്? ആ വാചകത്തിൽ വലിയൊരു സാമൂഹ്യ സത്യമുണ്ട്. എല്ലാ മുറിവുകളും പുറത്ത് കാണില്ല. എല്ലാ പീഡനത്തിലും നീലിച്ച പാടുകൾ ഉണ്ടാകണമെന്നുമില്ല. എല്ലാ തകർന്ന വിവാഹത്തിൻ്റെയും യഥാർത്ഥ കാരണം നാട്ടുകാരോട് വിശദീകരിക്കാനും കഴിയില്ലല്ലോ. വിവാഹമോചനം നേടിയിട്ടിപ്പോൾ 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. വിവാഹമോചനത്തിൻ്റെ മുറിവുകളിൽ നിന്ന് സ്റ്റെല്ല ഒരുപാട് മാറിയിരിക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ അവൾ പഠിച്ചു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ, തീരുമാനങ്ങൾ എടുക്കാൻ, ജീവിതത്തെ വീണ്ടും സ്നേഹിക്കാൻ. പക്ഷേ മനുഷ്യൻ സാമ്പത്തികമായി സ്വതന്ത്രരായതുകൊണ്ട് മാത്രം അയാളുടെ എല്ലാ ആവശ്യങ്ങളും അവസാനിക്കുന്നില്ലല്ലോ. അവളോട് പറഞ്ഞു, സ്റ്റെല്ല, നിന്റെ ആഗ്രഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ആ ആഗ്രഹം നിറവേറ്റാൻ നീ തിരഞ്ഞെടുക്കുന്ന വഴിയെ ചോദ്യം ചെയ്യാൻ നിനക്ക് തന്നെ ധൈര്യമുണ്ടാകണം. അവളൊന്നും പറഞ്ഞില്ല. ഞാനും പിന്നെ ഒന്നും മിണ്ടിയില്ല. കാരണം ചില ചോദ്യങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ട്രെയിനർ ഉത്തരം പറയേണ്ടതില്ല, ജീവിതമാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഇനി ചോദ്യം നിങ്ങളോടാണ്. സ്റ്റെല്ലയെ നിങ്ങൾ വിധിക്കുന്നതിന് മുമ്പ് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയൂ. ഒരു വിവാഹമോചിതയായ സ്ത്രീക്ക് ലൈംഗിക ആഗ്രഹങ്ങളെക്കുറിച്ച് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ആ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വീണ്ടും വിവാഹം കഴിക്കുക മാത്രമാണോ അവളുടെ വഴി? വിവാഹമില്ലാതെ ജീവിക്കാൻ തീരുമാനിക്കുന്ന ഒരു സ്ത്രീയുടെ ശാരീരികവും വൈകാരികവുമായ ആവശ്യങ്ങളെ നമ്മുടെ സമൂഹം എങ്ങനെ കാണണം? അതേസമയം അവളുടെ സ്വാതന്ത്ര്യം മറ്റൊരു സ്ത്രീയുടെ വിശ്വാസത്തെയും കുടുംബജീവിതത്തെയും തകർക്കുന്നിടത്ത് നമ്മൾ എവിടെയാണ് അതിരുകൾ വരയ്ക്കേണ്ടത്? ആഗ്രഹം തെറ്റല്ലെങ്കിൽ ആഗ്രഹം നിറവേറ്റാനുള്ള എല്ലാ വഴികളും ശരിയാണോ? ഇതാണ് സ്റ്റെല്ലയുടെ യഥാർത്ഥ ചോദ്യം. അത് അവളുടെ മാത്രം ചോദ്യമല്ല, ഇന്നത്തെ സമൂഹത്തിന് മുന്നിലുള്ള ചോദ്യമാണ്. എൻ്റെ ശരീരം എൻ്റേതാണ് എന്നത് ഒരു അവകാശമാണ്. പക്ഷേ അതോടൊപ്പം ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമുണ്ട്. എൻ്റെ തിരഞ്ഞെടുപ്പ് മറ്റൊരാളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ? സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും തമ്മിലുള്ള ആ നേർത്ത രേഖയിലാണ് മനുഷ്യബന്ധങ്ങളുടെ യഥാർത്ഥ ധാർമ്മികത നിലകൊള്ളുന്നത്. അതുകൊണ്ട് സ്റ്റെല്ലയുടെ കഥ ഇവിടെ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അത് നിങ്ങളുടെ മുന്നിലേക്ക് വിട്ടുതരുന്നു. സ്റ്റെല്ല തെറ്റുകാരിയാണോ? അവളുടെ ആഗ്രഹങ്ങൾ തെറ്റാണോ? അതോ അവൾ തിരഞ്ഞെടുത്ത വഴിയാണോ തെറ്റ്? ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വിവാഹം തന്നെ വേണമെന്ന് പറയുന്നത് ശരിയാണോ? വിവാഹമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ തീരുമാനിച്ച ഒരാളുടെ ലൈംഗികതയെ സമൂഹം അംഗീകരിക്കാൻ തയ്യാറാണോ? അതിലും പ്രധാനമായി, നമ്മുടെ സ്വാതന്ത്ര്യം എവിടെ അവസാനിക്കുന്നു? മറ്റൊരാളുടെ അവകാശം ആരംഭിക്കുന്നിടത്തോ? ഉത്തരം ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ പറയൂ. കാരണം ഇത് സ്റ്റെല്ലയുടെ കഥ മാത്രമല്ല, നമ്മുടെ സമൂഹം ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത്രയും പറഞ്ഞ് സ്റ്റെല്ലയുടെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ നമ്മൾ മറ്റൊരു മനുഷ്യനെ മറന്നുപോകും. അവളുടെ ആദ്യ ഭർത്താവിനെ. ഒരു നിമിഷം അയാളുടെ ഭാഗത്തു നിന്ന് ഈ കഥ നോക്കിയാലോ? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. വിവാഹത്തിന് മുമ്പ് അയാൾക്ക് തന്നെ തൻ്റെ ലൈംഗിക താല്പര്യങ്ങളെക്കുറിച്ചോ ശേഷിയെക്കുറിച്ചോ പൂർണ്ണമായ ധാരണ ഉണ്ടായിരുന്നോ? ഒരുപക്ഷെ ഇല്ലായിരുന്നിരിക്കാം. കാരണം പല യുവാക്കളും വിവാഹത്തിലേക്ക് കടക്കുന്നത് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും കുറിച്ചുള്ള വ്യക്തമായ അറിവോടെയല്ല. നമ്മുടെ സമൂഹത്തിൽ ലൈംഗികതയെക്കുറിച്ച് ആരോഗ്യകരമായ സംഭാഷണങ്ങൾ വളരെ കുറവാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടി, ഡോക്ടറെ കാണാൻ നാണം, കൗൺസിലിംഗ് തേടാൻ ഭയം, സ്വന്തം ആശയക്കുഴപ്പം പോലും മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നു. സ്റ്റെല്ലയെ വിവാഹം കഴിക്കുമ്പോൾ അയാൾക്കും തൻ്റെ ഉള്ളിലെ യാഥാർത്ഥ്യം അറിയില്ലായിരുന്നുവെങ്കിൽ അയാൾ മനഃപൂർവ്വം അവളെ വഞ്ചിച്ചതാണോ? അതോ
സ്വയം മനസ്സിലാക്കാത്ത ഒരാൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നുപോയതാണോ? ഇവ രണ്ടിലും വലിയ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് വിവാഹത്തിനു മുമ്പ് തന്നെ പല പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിയുകയും അത് മറച്ചുവെക്കുകയും ചെയ്താൽ അത് വിശ്വാസവഞ്ചനയാണ്. പക്ഷേ വിവാഹത്തിന് ശേഷം സ്വന്തം ലൈംഗിക പ്രതികരണങ്ങളും താല്പര്യങ്ങളും പരിമിതികളും അയാൾക്ക് തന്നെ വ്യക്തമായി മനസ്സിലാകുന്നുവെങ്കിൽ അവിടെ കുറ്റം പറയുന്നതിന് മുമ്പ് കരുണയോടെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അയാളുടെ സഹായം ലഭിച്ചിരുന്നോ? സംസാരിക്കാൻ സുരക്ഷിതമായ ഒരാൾ അയാൾക്കുണ്ടായിരുന്നോ? എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് തുറന്നു പറയാനുള്ള ധൈര്യം അയാൾക്കുണ്ടായിരുന്നോ? അല്ലെങ്കിൽ പുരുഷത്വത്തെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ തെറ്റായ പ്രതീക്ഷകൾക്കുള്ളിൽ അയാളും ശ്വാസം മുട്ടി കഴിയുകയായിരുന്നോ? അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നു. സ്റ്റെല്ലയെ വിവാഹം കഴിക്കുമ്പോൾ അയാൾക്കും തൻ്റെ ഉള്ളിലെ യാഥാർത്ഥ്യം അറിയില്ലായിരുന്നുവെങ്കിൽ അയാൾ മനഃപൂർവ്വം അവളെ വഞ്ചിച്ചതാണോ? അതോ സ്വയം മനസ്സിലാക്കാത്ത ഒരാൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നുപോയതാണോ? ഈ രണ്ടിലും വലിയ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു പ്രധാന പ്രശ്നത്തെക്കുറിച്ച് വ്യക്തമായി അറിയുകയും അത് മറച്ചു വയ്ക്കുകയും ചെയ്താൽ അത് വിശ്വാസവഞ്ചനയാണ്. പക്ഷേ വിവാഹശേഷമാണ് സ്വന്തം ലൈംഗിക പ്രതികരണങ്ങളും താല്പര്യങ്ങളും പരിമിതികളും അയാൾക്ക് തന്നെ വ്യക്തമായി മനസ്സിലാകുന്നതെങ്കിൽ അവിടെ കുറ്റം പറയുന്നതിന് മുമ്പ് കരുണയോടെ കേൾക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അയാൾക്ക് സഹായം ലഭിച്ചിരുന്നോ? സംസാരിക്കാൻ സുരക്ഷിതമായ ഒരാൾ അയാൾക്കുണ്ടായിരുന്നോ? എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് തുറന്നു പറയാനുള്ള ധൈര്യം അയാൾക്കുണ്ടായിരുന്നോ? അല്ലെങ്കിൽ പുരുഷത്വത്തെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ തെറ്റായ പ്രതീക്ഷകൾക്കുള്ളിൽ അയാളും ശ്വാസം മുട്ടി കഴിയുകയായിരുന്നോ? നമ്മുടെ സമൂഹം പുരുഷന്മാർക്ക് പലപ്പോഴും ലൈംഗികതയുടെ മൂർത്തിഭാവമായാണ് അവരെ കരുതുന്നത്. ആ പ്രതീക്ഷയിൽ കുറവ് വന്നാൽ അയാൾ കഴിവില്ലാത്തവനായി ചിത്രീകരിക്കപ്പെടും. അത് ആരും കേൾക്കാൻ ഇഷ്ടപ്പെടില്ല. ശരിയായ ലൈംഗിക വിദ്യാഭ്യാസമില്ലാത്തതിനാൽ സംഭവിച്ച ഒരു പിഴവായി കൂടെ ഇത്. ഇവിടെ മറ്റൊരു വലിയ പാഠമുണ്ട്. വിവാഹത്തിന് മുമ്പുള്ള സത്യസന്ധത എന്നത് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ മാത്രം തുറന്നു പറയുന്നതല്ല. നമ്മൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള പക്വതയും അതിൻ്റെ ഭാഗമാണ്. വിവാഹത്തിന് മുമ്പ് എല്ലാവർക്കും സ്വന്തം ജീവിതത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അറിയണമെന്നില്ല. അതിന് കഴിയുകയുമില്ല. പക്ഷേ ശാരീരികമായോ മാനസികമായോ ലൈംഗികമായോ എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് കരുതി മുന്നോട്ട് പോകുന്നതിന് പകരം ആവശ്യമായ വിദഗ്ധ സഹായം തേടാൻ കഴിയണം. കാരണം വിവാഹം ഒരു ചികിത്സയല്ല. ഒരു വ്യക്തിയുടെ പരിഹരിക്കാത്ത ആശയക്കുഴപ്പങ്ങൾക്ക് മറ്റൊരു മനുഷ്യൻ്റെ ജീവിതം പരീക്ഷണശാലയാക്കാനും പാടില്ല. അതേസമയം ഒരു പ്രശ്നം വിവാഹത്തിന് ശേഷമാണ് മനസ്സിലാകുന്നതെങ്കിൽ അതിനെ കുറ്റബോധത്തിലോ അപമാനത്തിലോ ഒളിപ്പിക്കാതെ ദമ്പതികൾ ചേർന്ന് നേരിടണം. ഡോക്ടറുടെ സഹായം ആവശ്യമെങ്കിൽ തേടണം. കൗൺസിലിംഗ് ആവശ്യമെങ്കിൽ സ്വീകരിക്കണം. സംസാരിക്കണം, കേൾക്കണം. ഒരാളുടെ വേദനയെ മറ്റേയാൾ ചെറുതാക്കരുത്. അപ്പോൾ സ്റ്റെല്ലയുടെ കഥയിൽ ആരാണ് കുറ്റക്കാരൻ? സ്റ്റെല്ലയോ അവളുടെ ഭർത്താവോ? ഒരുപക്ഷെ ചോദ്യം തന്നെ തെറ്റായിരിക്കാം. ആരാണ് തെറ്റ് ചെയ്തത് എന്നതിന് പകരം എവിടെയാണ് ഈ രണ്ട് മനുഷ്യരും പരസ്പരം നഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കേണ്ടതല്ലേ? ഒരു സ്ത്രീ അംഗീകരിക്കപ്പെടാൻ ആഗ്രഹിച്ചു. ഒരു പുരുഷൻ ഒരുപക്ഷെ സ്വന്തം ഉള്ളിലെ യാഥാർത്ഥ്യം തന്നെ മനസ്സിലാക്കാൻ പാടുപെട്ടു. ഇരുവരും ഒരേ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇരുവരുടെയും ഉള്ളിൽ നടന്നുകൊണ്ടിരുന്നത് മറ്റേയാൾക്ക് പൂർണ്ണമായും അറിയില്ലായിരുന്നു. അതാണ് പല ബന്ധങ്ങളുടെയും ദുരന്തം. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു, പക്ഷെ അതുകൊണ്ട് യുവാക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. വിവാഹത്തിന് മുമ്പ് മറ്റേയാളെ മാത്രം പഠിക്കരുത്, സ്വയം പഠിക്കുക. നിങ്ങളുടെ ഭയങ്ങൾ എന്താണ്? നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്? നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം എങ്ങനെയാണ്? ബന്ധത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് പറയാൻ പഠിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വിവാഹത്തിന് മുമ്പ് തന്നെ അതിനെ നേരിടുക. കാരണം ഒരു വിവാഹത്തിലേക്ക് കടക്കാൻ രണ്ട് പേരെ അറിയണം. ഒരാൾ നിങ്ങളുടെ പങ്കാളി, മറ്റേയാൾ നിങ്ങൾ തന്നെയാണ്. പങ്കാളി അറിയാതെ വിവാഹം കഴിക്കുന്നത് അപകടമാണ്. പക്ഷേ സ്വയം അറിയാതെ വിവാഹം കഴിക്കുന്നത് അതിലും വലിയ അപകടമായേക്കാം. അന്ന് ഞാൻ വീണ്ടും തിരിച്ചറിഞ്ഞു, നമ്മുടെ മുന്നിലൂടെ ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ നമ്മളറിയാത്ത ഒരു അധ്യായം തന്നെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിവാഹത്തെ വിധിക്കുന്നതിന് മുമ്പ് അവരുടെ കഥ മുഴുവൻ നമുക്കറിയാമോ എന്ന് സ്വയം ചോദിക്കാം. അവരുടെ സ്വകാര്യതയെ ബഹുമാനിക്കാം. പ്രശ്നമുള്ള ബന്ധങ്ങളിൽ സഹായം തേടുന്നതിന് പ്രോത്സാഹിപ്പിക്കാം. വിവാഹത്തിലേക്ക് കടക്കുന്ന യുവാക്കളോട് പറയാം, വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഒരാളുടെ മുഖം മാത്രം അറിയരുത്. അവരുടെ മനസ്സറിയുക, മൂല്യങ്ങൾ അറിയുക, പ്രതീക്ഷകൾ അറിയുക, അതിരുകൾ അറിയുക, ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ അറിയുക. കാരണം വിവാഹം ഒരു ദിവസത്തെ ആഘോഷമല്ല, രണ്ട് മനുഷ്യർ ദിവസേന പുതുക്കേണ്ട ഒരു തീരുമാനമാണ്. അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും ചോദിക്കുമ്പോൾ വിവാഹം അത് വേണോ? എൻ്റെ മറുപടി, വേണമെന്ന് സമൂഹം പറയുന്നത് കൊണ്ട് വിവാഹം കഴിക്കരുത്.
വേണ്ട എന്ന് മറ്റൊരാൾ പറയുന്നത് കൊണ്ട് വിവാഹത്തെ പേടിക്കുകയും വരുത്. സ്വയം അറിയുക, മറ്റേയാളെ അറിയുക, സത്യങ്ങൾ സംസാരിക്കുക, പരസ്പരം ബഹുമാനിക്കാൻ കഴിയുമോ എന്ന് തിരിച്ചറിയുക, എന്നിട്ട് തീരുമാനിക്കുക. കാരണം തെറ്റായ ഒരാളോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ വേദനാജനകമായ മറ്റൊന്നുണ്ട്, സ്വന്തം ജീവിതത്തിൽ സ്വന്തം ശബ്ദം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത്.